ഈ മഹാനെ നിങ്ങൾക്കറിയാമോ? ഇദ്ദേഹമാണ് ഇന്ന് കേരളം വാഴുന്ന ഒരു കണ്ടുപിടുത്തക്കാരൻ. എന്താ കണ്ടുപിടിച്ചതെന്നറിയോ? അതാണ് രസം. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളൊരു മനുഷ്യനെ കണ്ടുപിടിച്ചു ഇയാള്. ശാസ്ത്രജ്ഞന്മാർ പോകുന്ന മാതിരി വാനങ്ങൾ കയറി അല്ലെങ്കിൽ ബഹിരാകാശത്ത് പോയിട്ടൊന്നല്ല കണ്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ ഇയാളെ ഐഡിയയിലൂടെ കണ്ടുപിടിച്ചത്. ഇയാൾ കുറേ പാട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് മടവൂര് എന്ന് പറയുന്ന ഒരു ഷെയ്ഖ്, മടവൂര് ഷെയ്ഖ്, അദ്ദേഹം ഷെയ്ഖാണ്. മടവൂര് സാധാരണ കുടുംബത്തിൽ നിന്ന് പാണ്ഡിത്യം സിദ്ധിച്ച് സൂഫീസം കൈവരിച്ചു. പിന്നെ തെരീക്കത്തിൻ്റെയും ഹഖീഖത്തിൻ്റെയും ഒക്കെ മുത്ത് ബഹറിലൂടെ യാത്ര ചെയ്ത മനുഷ്യനാണ്. ഒരു മനുഷ്യൻ ആദ്യം ശരീഅത്തിലൂടെ നേരെ തെരീക്കത്തിലേക്ക് കടക്കും, എന്നിട്ട് ഹഖീഖത്ത് എന്ന മുത്ത് സ്വന്തമാക്കും. അങ്ങനെ സ്വന്തമാക്കുന്നവരെ കുറിച്ച് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, വലിയ എന്നൊക്കെ പറയും. അതൊക്കെ ആ വിശേഷണങ്ങളൊക്കെ ഇദ്ദേഹത്തിനുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിനല്ല കേട്ടോ, ഇദ്ദേഹം പറയുന്ന മടവൂരിനുണ്ട്. ആ മടവൂരിനെ ഇയാള് ഉയർത്തിയിട്ട് അങ്ങണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ മുകളിലേക്കാക്കിയിട്ടുണ്ട്. ഈ പാട്ടുകൾ ഇവനിങ്ങനെ പാടുമ്പോഴേ ഇതിന് ലൈക്ക് അടിക്കാന്, ഇത് ഷെയർ ചെയ്യാന്, കമന്റ് അടിക്കാനൊക്കെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. മാഷാ അള്ളാഹ് അതിനിങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടാൽ അവരുടെ ഉള്ളിൽ ഈമാൻ അങ്ങനെ. വെറുതെ മനുഷ്യന്മാരുടെ ഈമാന് എന്തിനാ സ്വയം നാശാക്കുന്നത്? ഇവൻ പറയുന്നത് സിദ്റത്തുൽ മുന്തഹ കടന്ന പൂവേ. ആരെ കുറിച്ച്? മടവൂരിനെ കുറിച്ച്. സിദ്റത്തുൽ മുന്തഹ കടന്ന പൂവേ. എന്തായി സിദ്റത്തുൽ മുന്തഹ? അള്ളാഹുവിന്റെ ആലങ്ങളാണ്. അത് കാണാന് ഒരൊറ്റ ആൾക്കേ കഴിഞ്ഞിട്ടുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാതെ ജിബ്രീൽ മലക്കുകൾക്ക് പോലും കാണാൻ കടന്ന് ചെല്ലാൻ കഴിയാത്ത ഭാഗം, നബിക്ക് മാത്രം പ്രവേശന അനുമതി ലഭിച്ച ഭാഗം, അവിടേക്ക് അതൊക്കെ ആ വിശേഷണങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിശേഷണങ്ങളൊക്കെ ഇവൻ മടവൂരിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു കണ്ടുപിടുത്താണല്ലോ, ഭയങ്കര കണ്ടുപിടുത്താണത്. വല്ലാത്ത ജാതി കണ്ടുപിടുത്തം അല്ലേ? കാര്യം റൂഹിനെ സ്ഫുടമാക്കാഞ്ഞാൽ സംഗതി കുലുമാല് എന്നവൻ പറയുന്നത്. പക്ഷെ ഈ സംഗതി കുലുമാല് എന്ന് പറഞ്ഞാല് കുലുമാൽ തന്നെ. പക്ഷെ ഇവൻ പറയുന്ന രീതിയിൽ ആയിട്ടുണ്ടെങ്കിൽ കുലുമാലാവും. ഇവൻ പറയുന്നത് മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നൊക്കെയാണല്ലോ. നമ്മുടെ ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ ഒരു പാവം കുടുംബത്തിൽ പിറന്ന് അദ്ദേഹം സൂഫിസം കൈവരിച്ച് വഫാത്തായ ഒരു മഹാൻ. അദ്ദേഹം വഫാത്തായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവന്റെ ഉടലിന് മുകളിൽ ശിരസ് കാണില്ല, ഒരൊറ്റ വെട്ടായിരിക്കും. അത് പിന്നെ ഒന്നും ചോദിക്കൂല. പക്ഷേ ഇപ്പോ ഇവന്റെ റീച്ച് കിട്ടാൻ വേണ്ടി ഇവന് എന്തും ചെയ്യാണ്. പക്ഷെ അതിന് ഒരിക്കലും ഇവനിക്ക് ഒരു ഷെയർ നിങ്ങൾ ചെയ്യരുത്, ഇവനക്ക് ലൈക്ക് അടിക്കരുത്, മാഷാ അള്ളാഹ് എന്നൊന്നും പറഞ്ഞു വിടരുത്. കാരണം അത് തെറ്റാണ്, വളരെ തെറ്റാണ്. തെറ്റായ ഒരു വിഷയമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരു മനുഷ്യൻ ലോകത്ത് ഇല്ല, ജനിച്ചിട്ടില്ല. അത്രയും ഉയർന്ന പദവിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നബിക്ക് വേണ്ടി നമ്മൾ നിസ്കാരത്തിലും മറ്റും ദുആയിലും ഒക്കെ നബിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ നബിയുടെ പേര് നമ്മൾ പറയുന്നുണ്ട്, മടവൂരിന്റെ പേരല്ല നമ്മൾ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇവൻ ഈ പറയുന്നത് ഇങ്ങനെ? അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ലല്ലോ. അപ്പൊ ഇവൻ പറയുന്നത് തെറ്റല്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചിന്തിക്കാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് നമ്മൾ ഒരു ദിവസം 5 നേരവും പറയുന്നത്, അല്ലാതെ ഇവന്റെ പേരല്ല.
അല്ല, ഇവൻ പറയുന്ന ഷെയ്ഖിന്റെ പേരല്ല. ഇനി ഷെയ്ഖന്മാരാണെന്നുണ്ടെങ്കിൽ ലോകത്ത് കഴിഞ്ഞു പോയ ഒരുപാട് വലിയ അത്ഭുതങ്ങളുള്ള ഷെയ്ഖന്മാർ ഉണ്ട്. പിന്നെ ഹൗസുല്ലാളം എല്ലാ ഷെയ്ഖന്മാർക്കും മേലെയാണ്. അവിടെയും പ്രവാചകന്മാർക്ക് മേലെന്നോ അല്ലെങ്കിൽ പിന്നെ ശുഹദാക്കൾക്ക് മേലെ എന്നോ പറഞ്ഞിട്ടില്ല. ബദർ ശുഹദാക്കൾക്ക് പകരം എന്നെ കണ്ടാൽ മതി, എൻ്റെ അടുത്ത് വന്നാൽ മതി, അല്ലെങ്കിൽ എൻ്റെ പേര് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹവും പറഞ്ഞിട്ടില്ല. അതിനുശേഷം ജീവിച്ച ഷെയ്ഖന്മാരും പറഞ്ഞിട്ടില്ല. ഇനി മടവൂരിനെ പറ്റി തന്നെ ഏതെങ്കിലും ഷെയ്ഖന്മാർ ഇവിടെ ദുനിയാവില് മടവൂർ ഷെയ്ഖ് വഫാത്തായതിനു ശേഷം ഒരുപാട് ഷെയ്ഖന്മാർ വഫാത്തായിട്ടുണ്ട്. ഒരുപാട് ഷെയ്ഖന്മാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരാരും പറയാത്ത വാക്കുകളാണ് ഈ മഹാനുഭാവന്റെ വായിൽ നിന്നും വരുന്നത്. എന്തിനു വേണ്ടി? കുറെ ആളുകളുടെ ലൈക്ക് കിട്ടാൻ വേണ്ടി. മാത്രമല്ല, ആ ലൈക്കും ആൾക്കാർ ഷെയറൊക്കെ ചെയ്തിട്ട് എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ പരസ്യം കൂടും. ആ പരസ്യ കമ്പനിയിൽ നിന്നും അവനക്ക് പൈസ കിട്ടും. അപ്പൊ അവനക്ക് അവന്റെ അക്കൗണ്ട് ഫുള്ളാക്കാൻ വേണ്ടി നിങ്ങളുടെ ഈമാൻ കളയരുത്.